പ്രിയ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ പറഞ്ഞു വന്നത് ഹജ്ജിൻ്റെ ഉംറയുടെ കാര്യങ്ങളാണല്ലോ. ഒരാൾക്ക് ഉംറ ചെയ്യാൻ അവനിക്ക് തൗഫീഖ് ഉണ്ടായാൽ അതിനെപ്പറ്റി നല്ലവണ്ണം പഠിച്ചു വെക്കൽ അവൻ്റെ മേൽ നിർബന്ധമാണ്. കാരണം എന്താണ്, അറിയാതെ ചെയ്താൽ അത് വെറുതെ ഒരു പോക്കായി മാറും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിശദീകരിച്ചു എന്താണ് ഉംറ എന്ന് പറഞ്ഞാൽ. ഉംറയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് നിർബന്ധമുള്ളത് എന്നതുപോലെ ചൊല്ലേണ്ട കാര്യങ്ങളൊക്കെ സുന്നത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾക്ക് ഓരോ സ്ഥലത്ത് വെച്ച് പ്രത്യേകം ചെല്ലൽ സുന്നത്തുള്ളതുണ്ടെങ്കിലും നമ്മളൊരു ഗ്രന്ഥം നോക്കിയിട്ട് ഒരു മനാസിക്ക് വാങ്ങിയിട്ട് ഹജ്ജിൻ്റെ ബുക്ക് വാങ്ങിയിട്ട് അതിൽ നിന്ന് പ്രത്യേകം ചെല്ലേണ്ട ദിക്റുകളൊക്കെ നമുക്ക് കാണാതെ പഠിക്കാൻ കഴിയുന്നവർക്ക്, ഇല്ലാത്തവർക്ക് വിഷമിക്കേണ്ടതില്ല. അത് സുന്നത്താണ്. സുന്നത്ത് ഉപേക്ഷിച്ചാൽ ഹജ്ജ് ശരിയാതൊക്കൊന്നുമില്ല. ആ സ്ഥാനത്ത് നമുക്ക് അറബിയിൽ ചെല്ലാൻ അറിയില്ലെങ്കിലും മലയാളത്തിലൊക്കെ ചെല്ലാം. നമുക്ക് എന്തേ നിർബന്ധമുള്ളൂ, ഇഹ്റാം കിട്ടിയാൽ നമ്മൾ നിയ്യത്ത് ചെയ്ത് നിയ്യത്ത് വെക്കുക. എന്താ നിയ്യത്ത് വെക്കേണ്ടത്? നവൈത്തുൽ ഹജ്ജ വ അഹ്റംതു ബിഹി ലില്ലാഹി തആല. ഞാൻ ഹജ്ജിനെ കരുതി അതിനുവേണ്ടി അള്ളാഹു തആലക്ക് വേണ്ടി ഇഹ്റാം കെട്ടി. അല്ലെങ്കിൽ നവൈത്തുൽ ഉംറത വ അഹ്റംതു ബിഹി ലില്ലാഹി തആല. ഞാൻ ഉംറനെ കരുതി അതിനുവേണ്ടി അള്ളാഹുവിനക്ക് ഞാൻ ഇഹ്റാം കെട്ടി എന്ന് കരുതുക. അതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം? നമ്മുടെ ശരീരമൊക്കെ വൃത്തിയാക്കിയിട്ട് ഈ കരുതലോടുകൂടെയാണ് നമ്മൾ ഇഹ്റാമിലാകുന്നത്. ഇതൊക്കെ ആദ്യം വിശദീകരിച്ചതാണ്. ആദ്യം നമ്മൾ കുളിച്ച് വൃത്തിയാക്കി നഖങ്ങളൊക്കെ മുറിച്ച് മുടികളൊക്കെ വെട്ടിയൊക്കെ ശുദ്ധി വരുത്തി നമ്മളെന്ത് ചെയ്യുക? ഒരു ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുക. ധരിച്ചതിൻ്റെ ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അപ്പോൾ നമ്മളെന്താ നിയ്യത്ത് വെക്കേണ്ടത്? ഇഹ്റാമിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അള്ളാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് കരുതിയിട്ട് അള്ളാഹു അക്ബറിനെ തക്ബീർ ഇട്ടുക. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹേൻ്റെ ശേഷം കാഫിറൂന സൂറത്ത് ഖുൽ യാ അയ്യുൽ കാഫിറൂൻ. അതിൻ്റെ ശേഷം 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹേൻ്റെ ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ്. ഇത് അതിൻ്റെ ശേഷം സലാം വീട്ടുക. സലാം വീട്ടിയതിൻ്റെ ശേഷമാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. ഇഹ്റാമിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. പിന്നെ എന്ത് ചെയ്യുക? നവൈത്തുൽ ഉംറത വ അഹ്റംതു ബിഹി ലില്ലാഹി തആല. ഞാൻ ഉംറനെ കരുതി അള്ളാഹു തആലക്ക് വേണ്ടി ഇഹ്റാം കെട്ടുന്നു എന്ന് കരുതിയാൽ അപ്പോഴാണ് ഞാൻ ഇഹ്റാമിലായത്. ഈ ഇഹ്റാം കെട്ടൽ കൊണ്ട് ഹറാമായ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ സൂക്ഷിക്കണം. സുഗന്ധം പൂശാൻ പാടില്ല, നഖങ്ങളും മുടികളൊന്നും മുറിക്കാൻ പാടില്ല, ഭാര്യ ഭർത്തൃബന്ധം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് നമ്മളെന്ത് ചെയ്യുക? മനസ്സും ശരീരവും സർവജ്ഞനായ റബ്ബിൽ സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ ഗേഹമാകുന്ന കഅബയെ കരുതി പോവുക. അത് പോയി അവിടെ നിന്ന് ആദ്യമായിട്ട് നമ്മൾ കഅബ കാണുക. നമ്മൾ ജീവിതത്തിൽ കാണാത്തൊരു സംഗതി കാണുക. നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി തിരിഞ്ഞു നിൽക്കുമ്പോൾ ആ കഅബയിലേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്. മക്ക കാണാത്തവർ, കഅബ കാണാത്തവർ എന്തോ ആ ഭാഗത്ത് കഅബ ഉണ്ട് എന്നൊക്കെ പറയുന്നിട്ടിട്ട് തിരിയല്ല. ഇനി മുതൽ നമ്മൾ ഒരു പ്രാവശ്യം കണ്ടാൽ നമ്മൾ മരിക്കുന്നത് വരെ നിസ്കരിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരികയാണ് ആ കഅബ. നമ്മളത് നമ്മളെ മെമ്മറി പവറിൽ സൂക്ഷിച്ച് വെച്ച് പോകുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മൾ ലക്ഷങ്ങൾ മുടക്കിയാൽ ആ മെമ്മറിയിൽ ഇത് കയറ്റാൻ കഴിയുമോ? നമ്മൾ കണ്ട് കയറ്റണമെങ്കിൽ ഈ പോകണം. അതിന് പോകേണ്ടത് എപ്പോഴാണ്? പ്രായമായിട്ട് എല്ലാ ബാധ്യതകളും വിടട്ടാറുകൊണ്ട് നിൽക്കാറില്ല. ബാധ്യതകൾ തീർന്നിട്ട് കൂടില്ല. നമുക്ക് സാമ്പത്തികമായിട്ട് കഴിവുണ്ടെങ്കിൽ ഇനി ബാധ്യത വരാൻ പോകുന്ന, ഇപ്പം ഉള്ള ബാധ്യതയും വരാൻ പോകുന്ന ബാധ്യതയൊക്കെ വീടിയിട്ട് ഹജ്ജും ഉംറയും ചെയ്യാമെന്ന് കഴിഞ്ഞാൽ കഴിയൂല. അപ്പം നമ്മൾ ഒരാളെ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കടങ്ങൾ വീട്ടുന്ന, മയ്യത്തിൻ്റെ കടങ്ങൾ ആദ്യം വീട്ടുമ്പോൾ ആദ്യം അവൻ ഹജ്ജും ഉംറയും ചെയ്യുന്ന നിർബന്ധമായ ആളാണെങ്കിൽ അവൻ്റെ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഈ സ്വത്ത് മാറ്റി വെച്ച് അത് വേറെ ആളെ കൊണ്ട് ഹജ്ജും ഉംറയും ചെയ്യിപ്പിക്കണം. എന്നെങ്കിലേ ആ മയ്യത്ത് രക്ഷപ്പെടുള്ളൂ. ഇങ്ങനെയൊക്കെ ആരാ ചെയ്യൽ? അപ്പോൾ അങ്ങനത്തെ ഒരു ഇട വരുത്തുന്നതിന് മുമ്പ് നമ്മളെന്ത് ചെയ്യുക? ഹജ്ജും ഉംറയും നമുക്ക് നിർബന്ധമായതാണെങ്കിൽ ചെയ്യണം. അങ്ങനെ ചെയ്തികളാണ് ഹജ്ജും ഉംറയും, അല്ലാതെ വാക്കുകളല്ല. വാക്കുകൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. ഇതൊക്കെ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും അവർ ചെയ്ത ത്യാഗങ്ങൾ. ഖുദീ മിന്നീ മനാസിക്കക്കുന്ന്, എന്നിൽ നിങ്ങളുടെ ഹജ്ജിൻ്റെ രൂപത്തെ പഠിക്കണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഹജ്ജത്തുൽ വിദായിൽ റസൂലുള്ളാഹി എന്താണ് സഹാബാക്കൾക്ക് ഹജ്ജ് ചെയ്ത് കാണിച്ചു കൊടുത്തു. ആരാണ് സഹാബാക്കൾ? ഇവർക്കൊക്കെ ഹജ്ജ് അറിയാത്തത് എന്തുകൊണ്ടാണ്? എന്നതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഈ ഹജ്ജ് കാണിച്ചു കൊടുത്ത ജിബ്രീൽ അലൈഹി സ്വലാം ഒന്നുകൊണ്ട് ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങൾ കാണിച്ചു കൊടുക്കരുത്. ഇതിനൊക്കെ അസലുണ്ട്, അടിസ്ഥാനമുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യാണ്? നമ്മളിതൊക്കെ കാണിച്ച് അവർ ചെയ്യുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജിൻ്റെ സമയത്ത് നിന്ന സ്ഥലങ്ങൾ, അറഫയിൽ നിന്നപ്പോഴും അവിടെ നിന്ന സ്ഥലം ഇപ്പോഴും ഇങ്ങനെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കുന്ന് അവിടെ ചുറ്റുഭാഗത്തും ഒരു കല്ലൊക്കെ ഉള്ളത് ശരിക്കും അവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് ചെല്ലാനുള്ള ഒരു ബുക്ക് ഉണ്ടാവുമല്ലോ, ഈ ബുക്ക് കാണാതെ പഠിക്കാൻ പറ്റില്ല മുമ്പ് പറഞ്ഞതുപോലെ. അപ്പം നമുക്കൊന്നും ചെല്ലൽ നിർബന്ധമല്ല എന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ ഭാരങ്ങളൊക്കെ ഒഴിഞ്ഞു പോയി. നമുക്ക് നിർബന്ധമുള്ളത് ചെയ്യലുള്ളൂ. എല്ലാം റബ്ബിൽ സമർപ്പിക്കൂ. എൻ്റെ കാര്യങ്ങളൊക്കെ റബ്ബെ ഇതിൻ്റെ അവസാനത്തെ ഹജ്ജാണ്, എനിക്ക് സാഹചര്യം കിട്ടിക്കൊള്ളുന്നില്ല, അപ്പോൾ ഇത് ചെയ്യാം. എല്ലാം റബ്ബിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യണമെങ്കിൽ അത് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കി പോകണം. ചെല്ലൽ നമ്മൾ മനസ്സിലാക്കേണ്ട, കാരണം നിർബന്ധമില്ലാത്തത് കൊണ്ട്. ചെല്ലലെന്തും ചെയ്യുക, ദുന്യവിയായ കാര്യങ്ങളും മുഹറവിയായ കാര്യങ്ങളും ഒക്കെ ചെല്ലാം. ഒന്നുമില്ലെങ്കിലും സലാത്തുകൾ അങ്ങനെ ചെല്ലാം, ധാരാളം സലാത്ത്. പിന്നെ ദിക്ർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. പിന്നെ അത്തിയാത്തിൽ ചെല്ലുന്ന അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വഫിത്നതി മിൻ അദാബിൻ നാർ, ഇതൊക്കെ ചെല്ലാം. എന്നതുപോലെ ഖുനൂത്തിലും അല്ലാഹുവേ അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത റബ്ബേ, എന്നെ സന്മാർഗത്തിലാക്കണേ, നീ സന്മാർഗത്തിലാക്കിയവരോടൊക്കെ ഒപ്പനിയാക്കണേ. ഇതൊക്കെ ചെല്ലാം. എല്ലാ ദിക്റും അറബി ചെല്ലണമെങ്കിൽ അറബി തന്നെ ചെല്ലാം. പക്ഷേ പറയാനുള്ളത്, നമ്മൾ 10 ദിവസമാണെങ്കിൽ 15 ദിവസമാണെങ്കിൽ നമ്മൾ ഉംറക്ക് പോകുന്ന ദിവസങ്ങൾ നമ്മൾക്കുള്ള വീട്ടിലേക്കുള്ള സാധനങ്ങളും മറ്റുള്ള സാധനങ്ങളും വാങ്ങാൻ വേണ്ടി ആരോടത്തുനിന്നൊക്കെ കിട്ടുക എന്നുള്ള ചിന്തിക്കാതെ നമ്മൾ വന്ന ലക്ഷ്യം ഇത് ഇനി വരാൻ നമുക്ക് സാധിച്ചോളണമെന്നില്ല. ഇതിൻ്റെ അവസാനത്തെ ഹജ്ജായിരിക്കും, അവസാനത്തെ ഉംറയായിരിക്കും. അപ്പോൾ നമ്മൾ മുതലാക്കണം. നമ്മൾ ഇവിടെ നിന്നുള്ള അലസത അവിടെയും പോയിട്ട് കാണിക്കാൻ പാടില്ല. ഇതൊന്നും പറഞ്ഞു തരാൻ നമ്മളിപ്പോൾ ഇങ്ങനെ അത് ചെയ്യുമെന്ന് പറഞ്ഞു നടക്കാൻ നമ്മളെടുത്ത് ആരുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ബോധം നമ്മളെ ബുദ്ധിയിൽ കൊടുത്തിട്ട് നമ്മൾ ചിന്തിച്ച് ചെയ്തോളൂ. നിങ്ങളെ പൈസയാണ് പോണത്, നിങ്ങളെ ആയുസ്സിനാണ്, നിങ്ങളെ നന്മക്കാണ്, എൻ്റെ നന്മക്കാണ് എന്നുള്ള ചിന്തയോട് കൂടെ നമ്മൾ ചെയ്യണം. അപ്പോൾ ചെയ്ത് പരിചയമുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ട് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. കുറേ പറയലല്ല. ഇന്നമൽ അഴ്മാൽ ബിന്നിയാത്ത്, അമലുകൾ സ്വീകരിക്കുക അവൻ്റെ നീയത്ത് കരുത്ത് കൊണ്ടാണ്, ഏത് അമലും കരുത്ത് കൊണ്ടാണ്. അവൻ്റെ ചിന്തയിലുള്ളത് എന്താണ്, ഞാനിപ്പോൾ ആൾക്കാരെന്നെ ഹാജിന്ന് വിളിക്കണം എന്ന് വേണ്ടിയിട്ടല്ല. അങ്ങനെ ചിന്തിച്ചാൽ അവൻ്റെ ഹജ്ജ് ബാത്തിലാകും. ആ ചരിത്രം നമുക്കറിയാമല്ലോ. ഒരിക്കലും ഒരാൾ പറഞ്ഞു, എന്ത്, മാമൂൻ എന്നവരെ കാലത്ത് ഒരാൾ വിരുന്ന് വന്നപ്പം പറഞ്ഞാണ്, ഒരു അടുത്ത ആളോട് വിളിച്ച് പറയാണ്, ഞാൻ ഒന്നാമത്തെ ഹജ്ജിനല്ല 2ാമത്തെ ഹജ്ജിന് പോയപ്പം കൊണ്ടുവന്ന പാത്രത്തിൽ കൊണ്ടുപോകാമെന്ന് വിളിച്ച് പറഞ്ഞു. ഇയാൾ കേൾക്കാൻ വേണ്ടി, അപ്പോൾ കേട്ട ആൾ ഒരു വിവരസ്ഥനോ പണ്ഡിതനോ. അപ്പോൾ മൂപ്പര് പറഞ്ഞു, സാധു, ഇയാൾ ഭയങ്കരം സാധു തന്നെ, ഇയാളെ ഈ വാക്കുകൊണ്ട് 2 ഹജ്ജും ബാത്തിലായിന്ന്, ലക്ഷങ്ങൾ മുടക്കി പോയതൊക്കെ ബാത്തിലായി ഈ വാക്കുകൊണ്ട്. അപ്പോൾ നമ്മളെ നാവിനെ കടിഞ്ഞാണ് സൂക്ഷിക്കണം. നമ്മളവിടെ കാണുന്ന പോരായ്മകളും ന്യൂനതകളും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ നോക്കാൻ പാടില്ല. നമ്മളെ പോരായ്മകളും ന്യൂനതകളും റബ്ബിൻ്റെ മുന്നിൽ ഇറക്കി വെച്ച് കരഞ്ഞ് ഖേദത്തോടു കൂടെ കരയേണ്ടതാണ് നമ്മൾ. ഈ ഞാൻ പറഞ്ഞല്ലോ, ഹജ്ജിൻ്റെ ഉംറൻ്റെ രൂപം പഠിപ്പിച്ചു തന്നു. 7 പ്രാവശ്യം തവാഫ് ചെയ്യുക. ഫസ്റ്റ് തന്നെ ഇഹ്റാം കെട്ടുക. അങ്ങനെ ഇഹ്റാം കെട്ടൽ, ഞാൻ ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം കെട്ടുന്നു, അള്ളാഹുവിന് വേണ്ടി ഇഹ്റാം കെട്ടൽ കരുതിന്ന്, ഉംറയെ കരുതിന്ന് പറഞ്ഞിടത്, നവൈത്തുൽ ഉംറത വഹറംതു ബിലില്ലാഹി തആല, ഞാൻ ഉംറയെ കരുതി, അതിനുവേണ്ടി അള്ളാഹുവിന് ഇഹ്റാം കെട്ടിയതിന് ശേഷം ആദ്യം 7 തവാഫ് ചെയ്യുമ്പം ഹജറുൽ അസ്വദ് കൊണ്ട് തുടങ്ങുക. ഇങ്ങനെ 7 ചുറ്റുമ്പം ആ ചുറ്റുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിർബന്ധമായിട്ടും നമ്മൾ ആ ചുറ്റയിൽ കാബ തൊടാൻ പാടില്ല 7 ചുറ്റുന്നത് വരെ. കാരണം കാബയെ ഇടത് ഭാഗത്ത് കഴുകി കാബയുടെ ഉള്ളിൽ കൂടെ നടക്കാൻ പാടില്ല. എന്നതുപോലെ അങ്ങനെ പോയിട്ട് കുറച്ചാണ്ട് പോയാൽ ഹിജർ ഇസ്മായിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഒരു കെട്ടുണ്ട്, ഇങ്ങനെ ഒരു റൗണ്ടിലുള്ള കെട്ട്, അത് കാബൻ്റെ ഉള്ളിൽ പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വയ്യൊക്കെ ഉണ്ട്. ആ ഉള്ളിൽ കൂടെ അങ്ങനെ ചുറ്റരുത്, ഈ കെട്ടിൻ്റെ ഇപ്പുറം ചുറ്റേണ്ടത്. ഇത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പറഞ്ഞു തരാനൊന്നും ആളുകളുണ്ടാവില്ല, എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെ ചുറ്റണം. പഠിച്ചു പോയാൽ തന്നെ പേക്കുന്നില്ല. അങ്ങനെ ചുറ്റിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ആണെങ്കിൽ എന്താണ്, ആ തവാഫ് ശരിയാവില്ല. എന്നപോലെ പോകുമ്പോൾ ഒക്കെ കാബ ഇങ്ങനെ തൊട്ടാണ്, കാബിൻ്റെ അടുത്ത് കൂടെ പോകണം. കാബ തൊടുക എന്നുള്ള ഇങ്ങനെ തൊട്ട് പോയാൽ കാബിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോണത്. അപ്പോൾ